ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന ജാപ്പനീസ് ഫോക്ക് ടെയിലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്ത് ചെയ്യാം, നമുക്കിനി ഇതിൻ്റെ ബാക്കി നോക്കാം. Whenever he found himself alone, he drew cats. He drew them on the margins of the priest book and on all the screens of the temple and on the walls and on the pillars. Whenever he found himself alone, അവൻ എപ്പോഴാണോ ഒറ്റയ്ക്കാകുന്നത്, he drew cats, അപ്പോഴൊക്കെ അവൻ എന്ത് ചെയ്തിരുന്നു? പൂച്ചകളെ വരച്ചിരുന്നു. He drew them on the margins of the priest book. അവൻ എന്ത് ചെയ്തു? മാർജിനിൽ, പ്രൈസ് ബുക്കിൻ്റെ മാർജിനുകളിൽ എന്ത് ചെയ്തു? പൂച്ചകളെ വരച്ചു വെച്ചു. ആൻഡ് ഓൺ ഓൾ ദ സ്ക്രീൻസ് ഓഫ് ദ ടെമ്പിൾ, ടെമ്പിളിലുള്ള എല്ലാ സ്ക്രീനുകളിലും അവൻ പൂച്ചയെ വരച്ചു. ആൻഡ് ഓൺ ദ വാൾസ് ആൻഡ് ഓൺ ദ പില്ലേഴ്സ്, എല്ലാ വാളിലും പില്ലേഴ്സിലുമൊക്കെ എന്ത് ചെയ്തു? അവൻ പൂച്ചയെ വരയ്ക്കുവാൻ തുടങ്ങി. സെവറൽ ടൈംസ് ദ പ്രീസ്റ്റ് ടോൾഡ് ഹിം ദിസ് വാസ് നോട്ട് റൈറ്റ്. ഒരുപാട് തവണ അവനോട് പ്രീസ്റ്റ് പറഞ്ഞു, എന്ത്? ഇതൊരിക്കലും ശരിയല്ല, ഇതൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞു. ബട്ട് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് ഡ്രോയിങ് ക്യാറ്റ്സ്. പക്ഷേ അവൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല? പൂച്ചകളെ വരയ്ക്കുന്നത് അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിരുന്നതേ ഇല്ല. ഹി ഡ്രൂ ദം ബിക്കോസ് ഹി കുഡ് നോട്ട് റിയലി ഹെൽപ്പ് ഇറ്റ്. അവൻ എന്തുകൊണ്ടാണ് ഈ പൂച്ചകളെ വരച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, അവന് വരയ്ക്കാതിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവൻ എപ്പോഴാണോ ഒറ്റയ്ക്കാകുന്നത് അപ്പോഴൊക്കെ എന്ത് ചെയ്യും? അവന് പൂച്ചകളെ വരയ്ക്കുവാനൊരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. ഹി ഹാഡ് വാട്ട് ഈസ് കോൾഡ് ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ്. അതിനെ അവൻ വിളിച്ചിരുന്നത് എന്താണ്? ദ ജീനിയസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. ആൻഡ് ജസ്റ്റ് ഫോർ ദ റീസൺ ഹി വാസ് നോട്ട് ക്വയറ്റ് ഫിറ്റ് ടു ബി ആൻ അക്വലൈറ്റ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫോർ ദ റീസൺ, ഈ ഒരൊറ്റ കാരണം കൊണ്ട്, ഹി വാസ് നോട്ട് ക്വയറ്റ് ഫിറ്റ് ടു ബി ആൻ അക്വലൈറ്റ്, അവൻ എന്തായിരുന്നില്ല? ഒരു അക്വലൈറ്റ് ആകുന്നതിന് ഫിറ്റായിരുന്നില്ല. എ ഗുഡ് അക്വലൈറ്റ് ഷുഡ് സ്റ്റഡി ബുക്സ്. ഒരു നല്ല അക്വലൈറ്റ് എന്ത് ചെയ്യണം? ഷുഡ് സ്റ്റഡി ബുക്സ്, പുസ്തകങ്ങൾ പഠിക്കുന്ന ഒരാളായിരിക്കണം. വൺ ഡേ ആഫ്റ്റർ ഹി ഹാഡ് ഡ്രോൺ സം വെരി ക്ലെവർ പിക്ചേഴ്സ് ഓഫ് കാറ്റ്സ് അപ്പോൺ എ പേപ്പർ സ്ക്രീൻ, ദ ഓൾഡ് പ്രീസ്റ്റ് said to him severely. One day, ഒരു ദിവസം, after he had drawn some very clever pictures of cats, അവൻ എന്ത് ചെയ്തു? ഒരു ദിവസം ഇരുന്ന് വളരെ മികച്ച ചില പൂച്ചകളുടെ ചിത്രം വരച്ചു. എവിടെ? ഓൺ എ പേപ്പർ സ്ക്രീൻ, ഒരു പേപ്പർ സ്ക്രീനിൽ അവൻ പൂച്ചകളെ വരച്ചുകൊണ്ടിരുന്നപ്പോൾ, ദ പ്രീസ്റ്റ് സെഡ് ടു ഹിം, പ്രീസ്റ്റ് എന്ത് ചെയ്തു? അവനോട് പറഞ്ഞു. എന്താണ്? വളരെ സിവിയർലി എന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, വളരെയധികം എന്ത് ചെയ്തു? സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? വളരെ കർശനമായി അവനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മൈ ബോയ്, യു മസ്റ്റ് ഗോ അവേ ഫ്രം ദിസ് ടെമ്പിൾ അറ്റ് വൺസ്. നീ എന്ത് ചെയ്യേണ്ടി വരും? ഒരിക്കൽ ഈ ടെമ്പിൾ വിട്ട് പോകേണ്ടി വരും. യു വിൽ നെവർ മേക്ക് എ ഗുഡ് പ്രീസ്റ്റ്. നീ എന്തായിത്തീരുകയില്ല? ഒരിക്കലും ഒരു നല്ല പ്രീസ്റ്റ് ആയിത്തീരുകയില്ല. ബട്ട് പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഒരുപക്ഷെ നീ എന്തായിത്തീരും? പെർഹാപ്സ് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. നീ എന്തായിത്തീരും? ഒരു മികച്ച ആർട്ടിസ്റ്റ് ആയി തീർന്നേക്കാം. നൗ ലെറ്റ് മീ ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. ഇപ്പോൾ നീ എന്ത് ചെയ്യണം? ലെറ്റ് മീ ഗിവ് യു, നീ എന്ത് ചെയ്യണം? എന്നെ അനുവദിക്കണം. എന്തിന്? ടു ഗിവ് യു എ ലാസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ്. എന്തിന്? അവസാനമായിട്ട് നിനക്ക് ഒരു ഉപദേശം നൽകുവാൻ എന്നെ നീ അനുവദിക്കണം. ആൻഡ് ബി ഷുവർ, മാത്രമല്ല നീ ഇത് ഉറപ്പുവരുത്തുകയും വേണം, യു നെവർ ഫോർഗെറ്റ് ഇറ്റ്. നീ അതെന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും ഫോർഗെറ്റ് ചെയ്യില്ല എന്ന് നീ ഉറപ്പുവരുത്തണം. എന്നിട്ട് ആ പ്രീസ്റ്റ് എന്ത് ചെയ്തു? തൻ്റെ അവസാനത്തെ ഉപദേശം ആ കുട്ടിക്ക് കൊടുത്തു. എന്തായിരുന്നു ആ ഉപദേശം? അവോയ്ഡ് ലാർജ് പ്ലേസസ് അറ്റ് നൈറ്റ്, കീപ് ടു സ്മോൾ. The boy did not know what the priest meant by saying, avoid large places, keep to small. The boy did not know. ആ കുട്ടിക്ക് എന്ത് ചെയ്തില്ല? മനസ്സിലായില്ല. എന്ത്? വാട്ട് ദ പ്രീസ്റ്റ് മീൻഡ് ബൈ സേയിങ്, ഇങ്ങനെ പറയുന്നത് കൊണ്ട്, എങ്ങനെ? അവോയ്ഡ് ലാർജ് പ്ലേസസ്, കീപ് ടു സ്മോൾ എന്ന് പറഞ്ഞത് കൊണ്ട്, ആ വേർഡുകൾ കൊണ്ട് പ്രീസ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നവന് മനസ്സിലായതേയില്ല. ഹി തോട്ട് ആൻഡ് തോട്ട് while he was tying up his little bundle of clothes to go away. He thought and thought.
അവൻ ഒരുപാട് തവണ ഇങ്ങനെ ആലോചിച്ചു. while he was tying up his little bundle of clothes, അവൻ്റെ ലിറ്റിൽ ബണ്ടിൽ, അവൻ്റെ ഒരു ചെറിയ ഭാണ്ഡക്കെട്ടിൽ അവൻ്റെ വസ്ത്രങ്ങളെല്ലാം കൂടി കൂട്ടിക്കെട്ടുന്നതിനിടയിൽ, ടൈ ചെയ്യുന്നതിനിടയിൽ അവൻ ഒരുപാട് തവണ ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചു. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ്, പക്ഷെ അവൻ എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, അതെന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ബട്ട് ഹി കുഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദോസ് വേർഡ്സ്, അവന് ആ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ആൻഡ് ഹി വാസ് അഫ്രൈഡ് ടു സ്പീക്ക് ദ പ്രീസ്റ്റ് എനിമോർ, മാത്രമല്ല ആ പ്രീസ്റ്റിനോട് ഇനിയും എന്തെങ്കിലും കൂടുതൽ സംസാരിക്കുവാൻ, ഇനിയും എന്തെങ്കിലും കൂടുതൽ ചോദിക്കുവാൻ അവനൊരു പേടിയും തോന്നിയിരുന്നു. എക്സെപ്റ്റ് സേ ഗുഡ് ബൈ, അവൻ അവസാനമായി ആ പ്രീസ്റ്റിനോട് എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ, ഗുഡ് ബൈ എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. He left the temple very sorrowfully and began to wonder what he should do. He left the temple very sorrowfully, അവൻ വളരെ ദുഃഖത്തോടു കൂടി ആ ടെമ്പിൾ വിട്ടുപോയി. ആൻഡ് ബിഗാൻ ടു വണ്ടർ, എന്നിട്ട് അവനിങ്ങനെ അത്ഭുതത്തോടു കൂടി ആലോചിക്കുകയാണ്. അവനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ്? വാട്ട് ഹി ഷുഡ് ഡു, ഇനി ഞാൻ എന്താണ് ചെയ്യുക എന്ന് അത്ഭുതപ്പെട്ട് അവൻ നിന്നു. ഇഫ് ഹി വെന്റ് സ്ട്രൈറ്റ് ഹോം ഹി ഫെൽറ്റ് ഷുവർ his father would punish him for having been disobedient to the priest. If he went straight home, അവൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണെങ്കിൽ, he felt sure, അവന് ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു. എന്താണ് ഉറപ്പ്? his father would punish him, അവൻ്റെ അച്ഛൻ എന്ത് ചെയ്യും? അവനെ പണിഷ് ചെയ്യും, അവനെ ശിക്ഷിക്കും എന്ന കാര്യത്തിൽ അവന് യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല. എന്തിന്? for having been disobedient to the priest, ആ പ്രീസ്റ്റിനോട് ഡിസൊബീഡിയൻസ്, അനുസരണക്കേട് കാണിച്ചതിനാണ് അവനെ പുറത്താക്കിയത് അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യും? അവൻ്റെ അച്ഛൻ തീർച്ചയായും അവനെ പണിഷ് ചെയ്യും എന്നവൻ ഉറപ്പായിരുന്നു. സോ ഹി വാസ് അഫ്രൈഡ് ടു ഗോ ഹോം, അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? വീട്ടിലേക്ക് തിരികെ പോകുവാൻ അവന് ഭയം തോന്നി. All at once he remembered that at the next village 12 miles away there was a very big temple. At once he remembered that the next village, അപ്പോൾ എന്ത് ചെയ്തു? അവന് ഓർമ്മ വന്നു. എന്ത്? നെക്സ്റ്റ് വില്ലേജിൽ, അടുത്ത അമ്പലത്തിൽ, അടുത്ത വില്ലേജിൽ, അടുത്ത ഗ്രാമത്തിൽ 12 miles away, 12 മൈൽ അകലെയുള്ള അടുത്ത ഗ്രാമത്തിൽ എന്തുണ്ട്? there was a big temple, അവിടെ ഒരു വലിയ ക്ഷേത്രമുണ്ട്. he had heard there were several priests at the temple, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? he had heard, അവൻ കേട്ടിട്ടുണ്ട്. there were several priests at the temple, അവിടെ ഒരുപാട് പ്രീസ്റ്റുകളുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവൻ കേട്ടിട്ടുണ്ട്. and he made up his mind to go to them and ask them to take him for their acolyte. അങ്ങനെ എന്ത് ചെയ്തു? he made up his mind, അവൻ എന്ത് ചെയ്തു? ഡിസൈഡ് ചെയ്തു. എന്തിന്? to go to them, അവിടേക്ക് പോകാം എന്നവൻ തീരുമാനിച്ചു. and ask them to take him for their acolyte, എന്നിട്ട് എന്ത് ചെയ്യാം? അവരോട് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ അവരോട് അപേക്ഷിച്ച് നോക്കാം, തന്നെ കൂടി എന്ത് ചെയ്യണം? അവരുടെ അക്വലൈറ്റ് ആയിട്ട് ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നവൻ തീരുമാനിച്ചു. Now that the big temple was closed up, but the boy did not know this fact. അപ്പോഴത്തേക്ക് now that, അപ്പോഴേക്കും the big temple was closed up, ആ ബിഗ് ടെമ്പിൾ എന്ത് ചെയ്തിരിക്കുകയായിരുന്നു? അടച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ the boy did not know this fact, ആ കുട്ടിക്ക് എന്തറിയില്ലായിരുന്നു? ഈ ടെമ്പിൾ അടച്ച ആ ഒരു കാര്യം അവൻ അറിയില്ലായിരുന്നു. the reason it had been closed up, the reason, എന്തിനുള്ള റീസൺ? കാരണം. എന്തിനുള്ള കാരണം? ഇറ്റ് ഹാഡ് ബീൻ ക്ലോസ്ഡ് അപ്പ്, അത് ക്ലോസ് അപ്പ് ചെയ്യുവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ വാസ് ദാറ്റ് എ ഗോബ്ലിൻ ഹാഡ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് അവേ. ഒരു ഗോബ്ലിൻ എന്ന് വെച്ചാൽ അതാണ്, ഗോബ്ലിൻ എന്ന് വെച്ചാൽ മോൺസ്റ്റർ എന്നാണ് അർത്ഥം. ഒരു ഭീകര ജീവി, ഒരു ഭീകര സത്വം എന്ത് ചെയ്തു? ഹാഡ് ഫ്രൈറ്റൻഡ് ദ പ്രീസ്റ്റ് അവേ, അവൻ എന്ത് ചെയ്തു? ആ ഒരു വലിയ ഗോബ്ലിൻ എന്ത് ചെയ്തു? അവിടെ ഉണ്ടായിരുന്ന പ്രീസ്റ്റിനെ എല്ലാം ഫ്രൈറ്റൻ ചെയ്യിച്ചു, പേടിപ്പിച്ച് ഓടിപ്പിച്ചു. ആൻഡ് ഹാഡ് ടേക്കൺ പൊസഷൻ ഓഫ് ദ പ്ലേസ്, എന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവൻ അവിടം അവൻ്റെ കൈയടക്കി വച്ചിരിക്കുകയാണ്. സം ബ്രേവ് വാരിയേഴ്സ് ഹാഡ് ആഫ്റ്റർവേർഡ് ഗോൺ ടു ദ ടെമ്പിൾ. സം ബ്രേവ് വാരിയേഴ്സ്, ചില വളരെ ധീരരായിട്ടുള്ള വാരിയേഴ്സ്, യോദ്ധാക്കൾ എന്ത് ചെയ്തു? ആഫ്റ്റർവേർഡ് ഗോൺ ടു ദ ടെമ്പിൾ, അതിനുശേഷം ആ ടെമ്പിളിലേക്ക് പോയി. അറ്റ് നൈറ്റ് ടു കിൽ ദ ഗോബ്ലിൻ, രാത്രി അവരെന്ത് ചെയ്തു? ആ ടെമ്പിളിലേക്ക് പോയി. എന്തിനാണ്? ടു കിൽ ദ ഗോബ്ലിൻ, ആ ഗോബ്ലിനെ കൊല്ലുന്നതിന് വേണ്ടി അവിടേക്ക് ചെന്നു. ബട്ട് ദേ ഹാഡ് നെവർ ബീൻ സീൻ അലൈവ് അഗൈൻ, പക്ഷെ അവരെ പിന്നീട് ആരും ജീവനോടെ കണ്ടിട്ടില്ല.
Nobody had ever told these things to the boy. ഈ കാര്യങ്ങളൊന്നും തന്നെ ആരും ഈ കുട്ടിയോട് പറഞ്ഞിരുന്നില്ല. So he walked all the way to the village hoping to be kindly treated by the priest. So അതുകൊണ്ട് he walked all the way to the village. അവൻ എന്ത് ചെയ്തു? നേരെ ആ ടെമ്പിളിലേക്ക്, ആ വില്ലേജിലേക്ക് വച്ചു പിടിച്ചു. ഹോപ്പിംഗ് ടു ബി കൈൻഡ്ലി ട്രീറ്റഡ് ബൈ ദ പ്രീസ്റ്റ്. അവൻ എന്ത് ചെയ്യും? ആ പ്രീസ്റ്റുകൾ വളരെ കൈൻഡായിട്ട്, വളരെ ദയോടുകൂടി അവനെ സ്വീകരിക്കും എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? അവൻ നേരെ ആ വില്ലേജിലേക്ക് പോയി. When he got to the village, it was already dark and all the people were in bed. When he got to the village, അവൻ വില്ലേജിലേക്ക് എത്തിയതും it was already dark. അപ്പോഴേക്കും എന്ത് ചെയ്തിരുന്നു? നേരം ഇരുട്ടിയിരുന്നു. And all the people were in bed. എല്ലാ ആളുകളും എങ്ങനെയായിരുന്നു? were in bed. അവരെല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. But he saw the big temple on a hill at the other end of the principal street. At the other end of the principal street. പ്രിൻസിപ്പൽ സ്ട്രീറ്റിൻ്റെ മറ്റേ എൻഡിൽ, മറുപുറത്ത് എന്തുണ്ടായിരുന്നു? He saw, അവൻ കണ്ടു. എന്താണ് കണ്ടത്? The big temple on a hill. പ്രിൻസിപ്പൽ സ്ട്രീറ്റിൻ്റെ എൻഡിൽ, മെയിൻ സ്ട്രീറ്റ്, പ്രിൻസിപ്പൽ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ മെയിൻ സ്ട്രീറ്റിൻ്റെ എൻഡിലുള്ള ഒരു കുന്നിൻ മുകളിൽ ആ അമ്പലം അവൻ അപ്പോഴും അവൻ എന്ത് ചെയ്തു? അവന് ആ അമ്പലം തിരിച്ചറിയുവാൻ കഴിഞ്ഞു. ആൻഡ് he saw, മാത്രമല്ല അവൻ കണ്ടു, there was a light in the temple. ആ ടെമ്പിളിൽ എന്തുണ്ട്? ഒരു ലൈറ്റ് കത്തുന്നതും അവൻ കണ്ടു. People who tell the stories say that the goblin used to make that light in order to tempt lonely travelers to ask for shelter. അപ്പോൾ എന്താണ് പറഞ്ഞത്? People who tell the story say the goblin used to make this light. അപ്പോൾ എന്ത്? people used to tell this story. ആളുകൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു കഥ പറയാറുണ്ട്. എന്താണ് കഥ? the goblin used to make that light. ഗോബ്ലിൻ എന്ത് ചെയ്യുന്നു? ആ ലൈറ്റ് കത്തിച്ചു വെക്കും. എന്തിനാണ് അങ്ങനെ ലൈറ്റ് കത്തിച്ചു വെക്കുന്നത്? in order to tempt lonely travelers to ask for shelter. ഒറ്റയ്ക്ക് വരുന്ന എന്ത് ചെയ്യുന്നു? ഏകാന്തരായ യാത്രികരെ ടെംപ്റ്റ് ചെയ്യിക്കുവാൻ, പ്രേരിപ്പിക്കുവാൻ വേണ്ടിയിട്ട്. എന്തിന്? ഈ ടെമ്പിളിലേക്ക് ചെന്ന് അവിടെ ഷെൽട്ടർ, ഒരു എന്താണ്, രാത്രി കഴിച്ചു കൂട്ടുന്നതിൻ്റെ ഒരു സ്ഥലം ആവശ്യപ്പെടാൻ വേണ്ടി ആ ടെമ്പിളിലേക്ക് ചെല്ലുവാൻ ഈ ലൈറ്റ് എന്ത് ചെയ്യും? യാത്രക്കാരെ പ്രേരിപ്പിക്കും എന്നൊരു കഥ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ബട്ട് ദ ബോയ് വെൻറ്റ് അറ്റ് വൺസ് ടു ദ ടെമ്പിൾ ആൻഡ് നോക്ക്ഡ്. ബോയ് എന്ത് ചെയ്തു? നമ്മുടെ കുട്ടി അവൻ നേരെ ആ ടെമ്പിളിലേക്ക് ചെന്നു. ആൻഡ് നോക്ക്ഡ്, എന്നിട്ട് എന്ത് ചെയ്തു? കതകിൽ മുട്ടി. ദർ വാസ് നോ സൗണ്ട് ഇൻസൈഡ്. അകത്ത് നിന്ന് എന്തില്ല? ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഹി നോക്ക്ഡ് ആൻഡ് നോക്ക്ഡ് അഗൈൻ. അവൻ വീണ്ടും ആ കതകിൽ മുട്ടി. ബട്ട് സ്റ്റിൽ നോബഡി കെയിം. പക്ഷേ അപ്പോഴും എന്ത് ചെയ്തില്ല? ആരും തന്നെ വന്നില്ല. അറ്റ് ലാസ്റ്റ് ഹി പുഷ്ഡ് ജെന്റിലി അറ്റ് ദ ഡോർ. അവസാനം എന്ത് ചെയ്തു? അവൻ വളരെ ജെന്റിലി, വളരെ പതിയെ ആ ഡോറിലൊന്ന് തള്ളി നോക്കി. ആൻഡ് വാസ് ക്വയറ്റ് ഗ്ലാഡ് ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ്. ആൻഡ് വാസ് ക്വയറ്റ് ഗ്ലാഡ്. അവൻ എന്ത് ചെയ്തു? വളരെയധികം സന്തോഷം തോന്നി. എന്താണ് സന്തോഷം തോന്നാനുള്ള കാരണം? ടു ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഹാഡ് നോട്ട് ബീൻ ഫാസ്റ്റൻഡ്. അവനാ ഡോർ ഫാസ്റ്റൻ ചെയ്തിട്ടില്ല. അവർ ഈ അമ്പലത്തിലെ വാതിലുകളൊന്നും പൂട്ടിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷം തോന്നി. സോ ഹി വെൻറ്റ് ഇൻ. അങ്ങനെ എന്ത് ചെയ്തു? അവൻ നേരെ അകത്തേക്ക് കയറി. ആൻഡ് സോ എ ലാമ്പ് ബേണിംഗ് ബട്ട് നോ പ്രീസ്റ്റ്. അപ്പോഴെന്താണ് അവൻ കണ്ടത്? അവിടെ ഒരു ലാമ്പ് ബേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, കത്തിക്കൊണ്ടിരിക്കുന്നു. ബട്ട് നോ പ്രീസ്റ്റ്. പക്ഷെ അവിടെ ഒന്നും ഒരു പ്രീസ്റ്റിനെയും കാണാനില്ല. He thought some priest would be sure to come very soon and he sat down and waited. He thought, അവന് തോന്നി, എന്താണ്? അവൻ ചിന്തിച്ചു, some priest would be sure to come very soon. അധികം താമസിയാതെ ചില പ്രീസ്റ്റുകൾ എന്ത് ചെയ്യും? പ്രീസ്റ്റുകൾ എന്ത് പുറത്തേക്ക് എങ്ങാനും പോയിട്ടുണ്ടാകും, അവർ തിരികെ എത്തും എന്നവൻ പ്രതീക്ഷിച്ചു. ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. അവൻ അവിടെ അങ്ങനെ അവരെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ദെൻ ഹി നോട്ടീസ്ഡ് ദാറ്റ്. അപ്പോഴാണ് അവൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. എവ്രിതിങ് ഇൻ ദ ടെമ്പിൾ വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്. ആ ടെമ്പിളിലുള്ള എല്ലാ കാര്യങ്ങളും, അവിടെയുള്ള വിഗ്രഹങ്ങളും തറയും അവിടെ വച്ചിരിക്കുന്ന സാധനങ്ങളും എല്ലാം എന്ത് ചെയ്തിരിക്കുന്നു? വാസ് ഗ്രേ വിത്ത് ഡസ്റ്റ്. അതെല്ലാം എന്ത് ചെയ്യാണ്? പൊടി പിടിച്ച് മങ്ങിയിരിക്കുകയാണ്.
ആൻഡ് തിക്ലി സ്പൺ ഓവർ വിത്ത് കോവബ്. അതിന് മുകളിലൂടെയൊക്കെ എന്ത് ചെയ്തിരിക്കുന്നു? നല്ലതെന്ന് നിറയെ എന്ത് പടർന്നിരിക്കുകയാണ്? കോവബ്, മാറാല, ചിലന്തി വലയൊക്കെ പിടിച്ചു കിടക്കുകയാണ്. സോ ഹി തോട്ട് ഹിംസെൽഫ് ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സർട്ടൻലി ലൈക്ക് ടു ഹാവ് ആൻ അക്വലൈറ്റ്. അതുകൊണ്ട് തന്നെ അവൻ എന്ത് ചെയ്തു? അവൻ ചിന്തിച്ചു. ഹി തോട്ട് ഹിംസെൽഫ് ദാറ്റ് ദ പ്രീസ്റ്റ് വുഡ് സർട്ടൻലി ലൈക്ക് ടു ഹാവ് ആൻ അക്വലൈറ്റ്. ആ പ്രീസ്റ്റിന് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഒരു അക്വലൈറ്റിൻ്റെ ആവശ്യം തീർച്ചയായും ഉണ്ട് എന്നവൻ വിചാരിച്ചു. ടു കീപ് ദ പ്ലേസ് ക്ലീൻ. എന്തിനാണ്? ആ പ്ലേസ് നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു അക്വലൈറ്റിൻ്റെ ആവശ്യം ഉണ്ട് എന്നവൻ തിരിച്ചറിഞ്ഞു. ഹി വണ്ടർ വൈ ദേ ഹാഡ് അലൗഡ് എവറിത്തിങ് ടു ഗെറ്റ് സോ ഡസ്റ്റി. ഈ സാധനങ്ങളെല്ലാം ഇത്രയ്ക്കും പൊടി പിടിച്ച് കിടക്കുവാൻ, ഇത്രയ്ക്കും പിടിക്കത്തക്ക രീതിയിൽ എന്ത് ചെയ്തു? അവർ തൂക്കാതെയും വലയടിക്കാതെയും ഒക്കെ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നവൻ ചിന്തിച്ചു. അവൻ എന്ത് ചെയ്തു? അതിൽ അത്ഭുതപ്പെട്ടു. What most pleased him, however, were some big white screens, good to paint cats upon. അപ്പോൾ ഇതൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കവേ വാട്ട് മോസ്റ്റ് പ്ലീസ്ഡ് ഹിം, അവനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് എന്താണെന്ന് അറിയാമോ? വേർ സം ബിഗ് വൈറ്റ് സ്ക്രീൻസ്. അവിടെ എന്തുണ്ടായിരുന്നു? ചില വലിയ വൈറ്റ് സ്ക്രീനുകൾ ഉണ്ടായിരുന്നു, വൈറ്റ് ബോർഡുകൾ ഉണ്ടായിരുന്നു. ഗുഡ് ടു പെയിൻറ്റ് കാറ്റ്സ് അപ്പോൺ. അതിലെന്ത് ചെയ്യാം? നല്ലതുപോലെ കാറ്റിനെയൊക്കെ വരയ്ക്കാം എന്നവൻ ആലോചിച്ചു. ദൗ ഹി വാസ് സോ ടയേർഡ്. എങ്കിലും ഹി വാസ് സോ ടയേർഡ്. അവൻ എങ്ങനെയാണ്? വളരെയധികം ക്ഷീണിച്ചിരുന്നു. 12 മൈൽ ദൂരം നടന്നു വന്നതാണല്ലേ. അവൻ വളരെയധികം ടയേർഡ് ആണെങ്കിൽ കൂടിയും ഹി ലുക്ക്ഡ് അറ്റ് വൺസ് ഫോർ എ റൈറ്റിംഗ് ബോക്സ്. അവൻ എന്ത് ചെയ്തു? ഒരു റൈറ്റിംഗ് ബോക്സ് കിട്ടിയിരുന്നെങ്കിൽ എന്നവൻ റൈറ്റിംഗ് ബോക്സ് കണ്ടുപിടിക്കാൻ അവൻ ശ്രമിച്ചു. ആൻഡ് ഫൗണ്ട് വൺ. മാത്രമല്ല അവൻ എന്ത് ചെയ്തു? ഒരു റൈറ്റിംഗ് ബോക്സ് കണ്ടെത്തുകയും ചെയ്തു. ആൻഡ് ഗ്രൗണ്ട് സം ഇങ്ക്. എന്നിട്ട് എന്ത് ചെയ്തു? ആ റൈറ്റിംഗ് ബോക്സിൽ അവൻ കുറച്ച് റൈറ്റിംഗ് ബോക്സ് വെച്ച് എന്ത് ചെയ്തു? അവൻ കുറച്ച് മഷിയൊക്കെ പ്രിപ്പയർ ചെയ്തു. ആൻഡ് ബിഗാൻ ടു പെയിൻറ്റ് കാറ്റ്സ്. എന്നിട്ട് എന്ത് ചെയ്തു? പൂച്ചകളെ വരയ്ക്കുവാൻ ആരംഭിച്ചു. താങ്ക് യു.